ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ സ്റ്റേഫനോ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കപ്പപ്പുഴുക്കും ചിക്കൻ കറിയും. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്, ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് പടപ്പം കപ്പ, ചിക്കൻ, തേങ്ങ, തക്കാളി, ഇഞ്ചി, മുളക്, വെളുത്തുള്ളി, സവാള, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കൊത്തുമുളക്, ജീരകം, മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്രയുമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം കപ്പയിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് അടിച്ചെടുക്കാം. ഇനി കപ്പ പുഴുങ്ങാനിടാം. കുക്കറിൽ ഒരു വിസിൽ കേട്ടാൽ മതി. കപ്പ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ റെഡിയാക്കാം. ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിക്കുക. നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. ഈ ഓയിലിൽ കിടന്ന് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കിടന്ന് അങ്ങോട്ട് വാടട്ടെ. ഇച്ചിരി വാടി കഴിയുമ്പോഴാണ് നമ്മുടെ കുരുകുരുന്നരിഞ്ഞ മിസ്റ്റർ സവാളേന് ഇട്ട് കൊടുക്കാൻ. അപ്പൊ നമ്മുടെ മിസ്റ്റർ സവാളേന് ഇടാൻ ടൈം ആയിട്ടാ. അപ്പൊ നമ്മുടെ സവാള രംഗത്തെത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇഞ്ചിയും സവാളയും വെളുത്തുള്ളിയും അങ്ങോട്ട് കിടന്ന് വാടട്ടെ. ഇത് വാടാൻ വേണ്ടിയിട്ട് എന്റെ വക ഒരു കുത്തികൾക്കും കൂടെ കൊടുക്കുന്നുണ്ട്. ഇവരിങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് വിഷമിക്കണ്ടല്ല. ഇതിലേക്ക് ഇവർക്ക് കൂട്ടായിട്ട് ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പതിവ് പോലെ തന്നെ കുത്തികൾക്ക് തുടങ്ങാം. ഇപ്പോൾ വാടി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുളകാശാനെ ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഇട്ട് കൊടുത്ത മുളക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ്. മുളകിന്റെ കടപ്പണ്ടപ്പ മഞ്ഞൾപ്പൊടിയും രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് കുത്തി ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ കിടപ്പുണ്ടിട്ട് കൊതിമൂത്ത് മല്ലിപ്പൊടിയും മുളക് പൊടിയും മസാലപ്പൊടിയും ഒന്നും നോക്കാതെ ഉപ്പും ചാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുത്തി ഇളക്കി കൊടുക്കാം. ഇവന്മാരൊക്കെ ചട്ടി കിടന്ന് മൊരിയണം മണം കേട്ടാണ്ടല്ല കൊതിയാവും. ഇവരൊക്കെ ഇങ്ങനെ മൊരിയണം നേരം കൊണ്ട് നമ്മുടെ കപ്പയ്ക്കുള്ള ചിക്കൻ ഇങ്ങോട്ട് എത്തും. അപ്പോഴാണ് ഇവിടെ ത്രില്ല് ഉണ്ടാവാൻ പോകുന്നത്. നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കരിയാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇവർക്ക് കൂട്ടിനായിട്ട് നമ്മുടെ തക്കാളി അങ്കിളിനെയും ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മുടെ തക്കാളി അങ്കിള് രംഗത്തെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കുത്തിയിളക്കി ആളെ അങ്ങോട്ട് വാട്ടിയെടുക്കണം. ആള് വാടി ഈ പരിവായി.
ഇനി നമ്മുടെ ചിക്കൻ ആൻറ്റീന് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ആൻറ്റീനെ കുത്തിയിളക്കുമ്പോൾ സൂക്ഷിച്ച് കുത്തിയിളക്കണം, അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ ആൻറ്റി ചടി വെളിപ്പോവും. ചിക്കൻ ആൻറ്റീനെ കുത്തിയിളക്കുമ്പോൾ നന്നായിട്ട് അങ്ങോട്ട് കുത്തിയിളക്കണം, എന്നാൽ ആ മസാലയൊക്കെ പിടിക്കുള്ളൂ. മസാലയൊക്കെ പിടിച്ചപ്പോൾ പവർ ഉണ്ടാ വെന്തട്ടില്ലെങ്കിൽ എന്ത് കടിച്ച് തിന്നാൻ തോന്നും. ഇനി മൂടി വെച്ച് നമുക്ക് അങ്ങോട്ട് വേവിക്കാം. നമ്മള് ചിക്കനിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ചിക്കനിലെ വെള്ളത്തിൽ കിടന്ന് ഇത് വേവുന്നുണ്ട്. അപ്പൊ നമ്മുടെ കപ്പ പുഴുങ്ങി കിട്ടിയിട്ടുണ്ട്. ചിക്കൻ വേകുമ്പോഴേക്കും നമ്മുടെ കപ്പ ഉടച്ചെടുക്കാം. ഇതേപോലെ കയ്യിൽ വെച്ച് കുത്തി കുത്തി ഉടയ്ക്കുക. ഇപ്പോൾ ഏകദേശം ഉടഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ അടിച്ചു വെച്ച തേങ്ങയും ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുക്കുക. ഇനി എല്ലാം കൂടെ ഒന്നും കൂടെ കുത്തിളക്കി കൊടുക്കുക. കുത്തിളക്കുമ്പോ ശ്രദ്ധിച്ച് കുത്തിയിളങ്ങണേ. കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. ആ ഓയിലിൽ തന്നെ കുത്തുമുളകും മുരിച്ചെടുക്കാം. ഓയിലിൽ കിടന്ന് കടുക് കൂട്ടണ ആ ഭംഗിയുണ്ടല്ല, അടിപൊളിയാണ്. കണ്ട കൂടെ കുത്തുമുളകും കൂടെ വന്നപ്പോ സൂപ്പറായി. ഇനി നമുക്ക് കപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇനി ഇതിനെ കുത്തിളക്കി കൊടുക്കാം. ഹായ്, നമ്മുടെ കപ്പപ്പുഴുക്കും ചിക്കൻ കറിയും നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ. നിങ്ങൾ എന്തായാലും ഈ വീഡിയോ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഇച്ചിരി ചിക്കൻ്റെ ടേസ്റ്റ് നോക്കാം. സൂപ്പർ.